പ്രശാന്തത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം. ടൂറിസം കൊണ്ടുവരുന്ന സാമ്പത്തിക സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസം എന്ന കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്ന ആഭ്യന്തര ടൂറിസവും അതുപോലെ അന്യരാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വരുന്ന ഇൻബൗണ്ട് ടൂറിസം എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ ടൂറിസവുമാണ്. ഇത് രണ്ടും കൊണ്ട് മാത്രമേ കേരളത്തിന് പ്രയോജനമുള്ളൂ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമ്പത്ത് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ടൂറിസം കൊണ്ട് പ്രയോജനമുള്ളൂ. അതുപോലെ വിദേശ നാണ്യം എത്തിയാൽ മാത്രമേ ടൂറിസം കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ ഡൊമസ്റ്റിക് ടൂറിസവും ഇൻബൗണ്ട് ടൂറിസവുമാണ് ടൂറിസത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ. ഈ രണ്ടാമത്തെ വിഭാഗത്തിലെ ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് വളരെ അധികം കാരണങ്ങൾ കൊണ്ട്, നമ്മുടേതായ കാരണങ്ങൾ കൊണ്ടും നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും പ്രശ്നഭരിതമാണ്. കഴിഞ്ഞ വർഷവും അതെ, ഇനി വരാൻ പോകുന്ന 2026 അതെ എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട ടൂർ ഓപ്പറേറ്റർമാരും ഹോട്ടലുകാരും എല്ലാം സൂചിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം, ചീപ്പസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒരുപാട് ലോകത്തെമ്പാടും അവൈലബിൾ ആണ്. നമുക്കിവിടെ കൊടുക്കാൻ പറ്റാത്തത് പോലെ പലതും കിട്ടുന്ന മറ്റ് രാജ്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടേക്കുള്ള കണക്ടിവിറ്റി, എയർ കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്. എയർ ഫെയർ വളരെ കൂടുതലാണ്. വിസ റെഗുലേഷൻസിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പലവിധ കലാപങ്ങളുടെ, യുദ്ധങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ആഗോളതലത്തിൽ ടൂറിസത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ നമ്മുടെ ബലഹീനതകളും ഇതിനകത്തൊരു കാരണമാകുന്നു. നമ്മുടെ മാർക്കറ്റിംഗിന്റെ ശരിയല്ലാത്ത പോക്ക്, അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് കേരള ടൂറിസത്തിന് ഇല്ലാത്തത്, ഇതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ആഗോള പ്രശ്നം വന്നു, ഒരു യുദ്ധം വന്നു, അല്ലെങ്കിൽ ഒരു മഹാമാരി വന്നു, അല്ലെങ്കിൽ ഒരു എയർ കണക്ടിവിറ്റി പ്രശ്നം വന്നു, ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്ന് ആലോചിക്കാൻ കേരള ടൂറിസത്തിന് ഒരു ഗവേഷണ വിഭാഗം, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഒരു വികസന വിഭാഗം എന്നുള്ളതില്ല. മറിച്ച് നമുക്ക് അങ്ങനെ ഒരു R&D വിഭാഗം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഈ ടൂറിസം രംഗത്തെ പ്രഗത്ഭരും സ്വകാര്യ മേഖലയിലെ പ്രഗത്ഭരും ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ള ഒരു R&D കേരള ടൂറിസം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ഇടപെടാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്താനും കഴിയുമായിരുന്നു. നമുക്ക് ആകെയുള്ളത് ഒരു ടൂറിസം അഡ്വൈസറി കമ്മിറ്റിയാണ്. ഈ ടൂറിസം അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് തന്നെ മാവേലി നാട് കാണാൻ വരുന്നത് പോലെ കൂടുന്ന ഒന്നാണ്. അതിനെ തന്നെ ഈ സർക്കാർ ഒരു ജംബോ കമ്മിറ്റിയാക്കി മാറ്റി, 100 അതിൽ കൂടുതൽ ആൾക്കാരെ കൂട്ടി അതിന്റെ ഒരു ജംബോ കമ്മിറ്റിയാക്കി മാറ്റി. ഒടുവിൽ ആ ജംബോ കമ്മിറ്റി അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ സർക്കാർ നമ്മൾ ഈ പാർട്ടിയിലെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയും പോലെ ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചൊരു ചെറിയ കമ്മിറ്റി, അത് കൂടാൻ വേണ്ടി മാത്രം കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷെ ഈ കമ്മിറ്റികൾ എത്ര പ്രാവശ്യം കൂടി ഇതിലുണ്ടായ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങളെ, ഈ ആഗോള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെ, ടൂറിസം രംഗത്തുള്ള മറ്റ് പ്രശ്നങ്ങളെ ഈ കമ്മിറ്റി അപഗ്രഥിച്ചോ വിലയിരുത്തിയോ അതിൽ നിന്ന് തീരുമാനം കൈക്കൊണ്ടു. അതുപോലെ തന്നെ പണ്ട് ടൂറിസം വകുപ്പിന്റെ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഓൺ മാർക്കറ്റിംഗ് എന്ന വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗം ഇപ്പോൾ ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇതൊക്കെ തന്നെ. അപ്പൊ R&D ഇല്ലെങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ കൂടിയെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നത് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ബലഹീനതകൾ നമ്മുടെ ഭാഗത്തുമുണ്ട്. നമ്മുടെ ഭാഗത്തുള്ള ബലഹീനതകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങൾ മറുവശത്ത് വരുന്നതും. അത് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്ന വിദേശികൾ കേരളത്തിലേക്ക് വരുന്ന ടൂറിസം പ്രക്രിയയെ ബാധിക്കുന്നതും. അപ്പൊ നമുക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ആഭ്യന്തര ടൂറിസമാണ്. അതിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നതാണ് നമുക്ക് പ്രയോജനപ്രദം. മറിച്ച് മലയാളികൾ കേരളത്തിനുള്ളിൽ സഞ്ചരിക്കുന്നത് ഒരു ടൂറിസം പ്രക്രിയ ആകുന്നില്ല. കാരണം അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഗുണം ചെയ്യുന്നില്ല. നമ്മുടെ പണം നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ടൂറിസത്തിന്റെ ആവശ്യമില്ല. അതിന് മറ്റൊരുപാട് മേഖലകളുണ്ട്, മറ്റൊരുപാട് വ്യവസായങ്ങൾ കേരളത്തിലുണ്ട്. ടൂറിസത്തിന്റെ ഫോക്കസ് ആ പ്രാദേശിക ആഭ്യന്തര ടൂറിസം എന്ന് വിളിക്കാവുന്ന മലയാളികൾ കേരളത്തിനകത്ത് സഞ്ചരിക്കുന്ന ടൂറിസത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇന്റർനാഷണൽ ടൂറിസത്തിലേക്കും അഥവാ ഇൻബൗണ്ട് ടൂറിസത്തിലേക്കും ഡൊമസ്റ്റിക് ടൂറിസത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ അപാകതകളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. പ്രഖ്യാപനങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു. ആ പ്രഖ്യാപനങ്ങളെ കുറിച്ച് ആരും പിന്നീട് മിണ്ടുന്നില്ല. ഏറ്റവും ഒടുവിൽ ബജറ്റിലുണ്ടായ പ്രഖ്യാപനം കെ ഹോംസ് എന്നുള്ളതാണ്. പൂട്ടിക്കിടക്കുന്ന വീടുകളെ യൂണിറ്റുകളാക്കി, അക്കോമഡേഷൻ യൂണിറ്റുകളാക്കി മാറ്റും. അതിന് 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. എന്തായി എന്നറിയാൻ കേരളീയർക്ക്, പ്രത്യേകിച്ചും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന താല്പര്യമുണ്ട്. കെ ഹോംസിൽ ഒന്നെങ്കിലും യാഥാർത്ഥ്യമായോ? അതിന് സബ്സിഡി കൊടുത്തോ? നടന്നോ കെ ഹോംസിന്റെ പദ്ധതി കൊണ്ടുവരുമ്പോൾ തന്നെ സർക്കാർ പറഞ്ഞിരുന്നത് ആദ്യം ഒരു പൈലറ്റ് പ്രോജക്ട് എന്ന നിലയ്ക്ക് കോവളം, കുമരകം, ഫോർട്ട് കൊച്ചി പോലുള്ള ചില ഡെസ്റ്റിനേഷനുകൾ മാത്രം 10 കിലോമീറ്ററിനുള്ളിൽ വരുന്ന വീടുകൾക്ക് അത് അനുവദിക്കുമെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും കേരള ടൂറിസം വകുപ്പ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ സ്കീമുകളുണ്ട് അക്കോമഡേഷന് വേണ്ടിയിട്ട്. അതിലൊന്ന് ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഒരു കുടുംബം ഒരു വീട്ടിൽ താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആതിഥേയൻ
ഒരു വീട്ടിൽ താമസിച്ച് അവിടെ ആതിഥേയത്തെ വരുകയാണ്. ആ വീടിനെ സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള ഒരു അക്കോമഡേഷൻ യൂണിറ്റ് ആക്കി മാറ്റുകയാണ്. അവർക്ക് യാതൊരു സാമ്പത്തിക സഹായവും സർക്കാർ ചെയ്യുന്നില്ല. വെറുതെ ഒരു അപ്രൂവൽ മാത്രം ടൂറിസം വകുപ്പ് നൽകുന്നു, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ മാത്രം നൽകുന്നു. സിൽവർ, ഗോൾഡ്, ഡയമണ്ട് എന്ന 3 കാറ്റഗറികളിലാണ് ഈ ഹോം സ്റ്റേക്ക് ടൂറിസം വകുപ്പ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. അവർക്ക് ഒരു സാമ്പത്തിക സഹായവും മാർക്കറ്റിങ്ങിനോ ഒന്നും തന്നെ കേരള ടൂറിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ 5 കോടി രൂപ പൂട്ടിക്കിടക്കുന്ന വീടുകൾക്കായി കേരള ടൂറിസത്തിന് വേണ്ടിയിട്ട് ബജറ്റിൽ വകയിരുത്തുന്നത്. അപ്പോൾ അതിലെന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. ബജറ്റ് പ്രഖ്യാപനം എന്നിട്ട് എത്ര മാസങ്ങളായി എന്ന് നമുക്കറിയാം. ഈ ഫിനാൻഷ്യൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നുവെന്നും നമുക്കറിയാം. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അന്ന് തന്നെ ഉയർന്നിരുന്ന ആശങ്കയാണ്, ഇത് ഹോം സ്റ്റേകളെ ബാധിക്കുമോ, അതുപോലെ തന്നെ ഇത് സർവീസ് വില്ലകളെ ബാധിക്കുമോ. സർവീസ് വില്ല എന്ന് പറഞ്ഞ ടൂറിസം വകുപ്പിന്റെ മറ്റൊരു അക്കോമഡേഷൻ സംവിധാനമാണ്. അവിടെ ആതിഥേയം താമസം വേണ്ട, പകരം ഒരാൾക്ക് സ്വന്തം വീട് വാടകയ്ക്ക് മറ്റൊരാൾക്ക് കൊടുക്കാം. നമുക്കൊരാളുടെ വീട് വാടകയ്ക്ക് എടുക്കാം. നമ്മുടെ വീട് തന്നെ നമുക്ക് സർവീസ് വില്ലയാക്കി മാറ്റാം. അവിടെ നമ്മൾ താമസിക്കുന്ന നിർബന്ധം മാത്രം ഇല്ല. മറിച്ച് ഒരു കെയർ ടേക്കർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഷെഫ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് വില്ല എന്ന് പറയുന്ന 2 വിഭാഗങ്ങളെയും ബാധിക്കുമെന്ന് കെ ഹോംസ് പ്രഖ്യാപിച്ച ഘട്ടത്തിലെ ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇനി കെ ഹോംസ് നടപ്പിലാക്കാത്തത്? അത് വ്യക്തമാക്കേണ്ട ബാധ്യത സർക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു മന്ത്രി റിയാസ്, ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് ചാർജ് എടുത്തപ്പോൾ അദ്ദേഹം നടത്തിയത്. ഒരു പഞ്ചായത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ എന്നതായിരുന്നു എന്റെ ആ പ്രഖ്യാപനം. അത് അദ്ദേഹം എന്ത് കണ്ടറിഞ്ഞിട്ടാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. കേരളത്തിൽ നമുക്കറിയാം 941 പഞ്ചായത്തുകളുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ എന്നത് ആരെ ആകർഷിക്കാനാണ്? അത് ആ പഞ്ചായത്തിലെ ജനങ്ങളെ ആകർഷിക്കാനാണെങ്കിൽ അത് ടൂറിസം വകുപ്പിന്റെ പണിയല്ല, അത് തദ്ദേശ ഭരണ വകുപ്പിന്റെ പണിയാണ്. അവർക്ക് വേണ്ടി ആ ഫണ്ട്, ഒരു ടൂറിസം ഫണ്ട് അവർക്ക് കൊടുത്തോട്ടെ. ടൂറിസം വകുപ്പിന്റെ ശ്രദ്ധ അതിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നു. അപ്പൊ 941 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിന് ഏറ്റവും കുറഞ്ഞൊരു ടൂറിസം പദ്ധതിക്ക് 1 കോടി രൂപയെങ്കിലും വേണം. 941 കോടി രൂപ വേണം. ഇത് ആലോചിക്കാതെയാണോ മന്ത്രി ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയത്? എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആകെ ടൂറിസത്തിന്റെ കഴിഞ്ഞ വർഷത്തെ 25-26 ബജറ്റ് വിഹിതം 382 കോടിയോ മറ്റോ ആണ്, അല്ലെങ്കിൽ 383 കോടി എന്ന് പറയാം. അതിൽ തന്നെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടി 136 കോടിയോ മറ്റോ മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ആ 136 കോടി രൂപയിൽ ഒരു വർഷം 10 കോടി രൂപ ഒരു പഞ്ചായത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ മാറ്റിവെച്ചാൽ 5 കൊല്ലം കൊണ്ട് മാറ്റിവെക്കാൻ പറ്റുന്നത് 50 കോടി രൂപയാണ്. 941 പഞ്ചായത്തുകൾക്ക് ഒരു ഡെസ്റ്റിനേഷന് വേണ്ടി 1 കോടി രൂപ കൊടുത്താൽ 941 കോടി രൂപ കൊടുക്കാൻ എത്ര നാൾ വേണ്ടി വരും? ഒടുവിൽ ഈ പദ്ധതി പ്രായോഗികമല്ല, അല്ലെങ്കിൽ മണ്ടത്തരമാണെന്ന്, ഈ പ്രഖ്യാപനം മണ്ടത്തരമാണെന്ന് കണ്ടെത്തിയ ഏതോ വിദഗ്ധനായ ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥരാവണം, അതിനെ ഒരു ബുദ്ധിപൂർവ്വം മറ്റൊരു പദ്ധതിയാക്കി മാറി. അതിന്റെ പേരായിരുന്നു ഡെസ്റ്റിനേഷൻ ചലഞ്ച്. അതായത് ഒരു പഞ്ചായത്ത് ഒരു പദ്ധതി, ടൂറിസം വകുപ്പിന് സമർപ്പിക്കുന്നു. അതിന് ടൂറിസം വകുപ്പ് അവരുടെ നിബന്ധനകൾ വെച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിൽ 60% ആദ്യം ആ പഞ്ചായത്ത് ചിലവാക്കണം. അങ്ങനെ ചിലവാക്കിയാൽ 40% ടൂറിസം വകുപ്പ് കൊടുക്കും. എവിടെ നിന്നാണ് പഞ്ചായത്തിന്റെ 60% ചിലവാക്കാനുള്ള തനത് ഫണ്ട്? പഞ്ചായത്തുകൾ തനത് ഫണ്ടില്ലാതെ ചക്രശ്വാസം വലിക്കുന്ന ഘട്ടത്തിലാണ് 60% പഞ്ചായത്തിനോട് ചിലവഴിക്കാൻ പറയുന്നത്. അങ്ങനെ വളരെ കുറച്ച് പദ്ധതികൾ മാത്രമേ, എന്റെ അറിവിൽ ഏകദേശം 50-ൽ താഴെ, അത്ര തന്നെ ഉണ്ടോ എന്നറിയില്ല, പദ്ധതികൾ മാത്രമാണ് ഈ ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്നുള്ള പദ്ധതിക്ക് കീഴിൽ വന്നത്. ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു, ആ പ്രഖ്യാപനങ്ങൾ നടക്കാതെ പോകുന്നു, അതിനെ പിന്നെ ആരും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിലാണ് നമുക്ക് തലയിലിടുത്തി പോലെ മറ്റു ചില സംഗതികൾ വന്ന് വീഴുന്നത്. കഴിഞ്ഞ മാസം, അല്ലെങ്കിൽ ഈ മാസം ആദ്യമാണെന്ന് തോന്നുന്നു, ജാൻവി എന്ന് പറയുന്ന മുംബൈയിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായ ഒരു വനിത ഓൺലൈൻ ടാക്സിക്കാരും അല്ലെങ്കിൽ സാധാരണ ടാക്സിക്കാരും തമ്മിലുള്ള പ്രശ്നത്തിൽ ഭാഗഭാക്കേണ്ടി വന്നതും അവർക്ക് അനുഭവിച്ച ദുരിതങ്ങൾ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ആ വീഡിയോ ഇന്ന് ലോകമെമ്പാടും പറഞ്ഞു കിടക്കുകയാണ്. ടൂറിസം വകുപ്പിന്റെ അഭ്യർത്ഥന അനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ ആ വീഡിയോ മാറ്റിയെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ മാറ്റിയാൽ കൂടിയും ആ ഡൗൺലോഡ് ചെയ്യപ്പെട്ട വീഡിയോ അതിന്റെ ഡേറ്റ് ഒന്നുമില്ലാതെ എക്കാലവും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് വരുത്തി വെച്ച ഹാം എന്ന് പറയുന്ന ചില്ലറയില്ല. ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? അന്ന് തന്നെ ഉണ്ടായി പ്രഖ്യാപനം മന്ത്രിയുടെ, അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ, ടൂറിസം മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായി. എന്തായിരുന്നു പ്രഖ്യാപനം? ഉടൻ ചർച്ച നടത്തും. മന്ത്രിതലത്തിൽ ചർച്ച, അല്ലെങ്കിൽ മറ്റ് ടാക്സി സംഘടനകളുമായി ചർച്ച. നടന്നു ചർച്ച. എന്തായി തീരുമാനങ്ങൾ? ഊബറിന് ലൈസൻസ് ഇല്ല എന്ന് കേരളത്തിൽ പറയപ്പെടുന്നു. ലൈസൻസ് കൊടുക്കാനുള്ള നടപടികളായോ? അവരാവശ്യപ്പെട്ടു, അവരെ കൊണ്ട് ആവശ്യം ഉന്നയിച്ചു. സവാരി എന്ന് പറഞ്ഞ കേരളത്തിന്റെ ആപ്പ് വീണ്ടും സജീവമായി എന്ന് പറയപ്പെടുന്നു. ആ ആപ്പിലേക്ക് കേരളത്തിലെ ഡെസ്റ്റിനേഷനിലെ എല്ലാ ടാക്സി ഡ്രൈവർമാരെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയോ? ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇടുത്തി ജാൻവിയുടെ രൂപത്തിൽ വന്നപ്പോഴാണ് നമുക്ക് ആശ്വാസകരമായി മറ്റു ചിലത് കൂടി വന്നത്. അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ആശ്വാസമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ Booking.com എന്ന് പറയുന്ന ലോകത്തിലെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന
ഓൺലൈൻ ട്രാവൽ ഏജൻസി സൈറ്റ് പോർട്ടലിലെ അവരുടെ ഒരു സർവേയാണ്. Booking.comന്റെ ഈ പ്രസിദ്ധ സർവേ പ്രകാരം അവർ കണ്ടെത്തിയിരിക്കുന്ന ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻസ് 2026 മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻസ് ആയി മാറാവുന്ന ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻസിൽ 10 എണ്ണത്തിൽ ഒരെണ്ണം ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ കൊച്ചിയാണെന്നുള്ളതാണ്. തീർച്ചയായും ആശ്വാസകരമായ സംഗതിയാണത്. അവരൊരു പ്രത്യേക പീരീഡ് 2025 ഒരു പ്രത്യേക പീരീഡിൽ ഓഗസ്റ്റ് വരെയുള്ള പീരീഡിൽ അവരുടെ ബുക്കിംഗിൽ വന്ന അവർക്ക് കിട്ടിയ ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തിയതും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഫോർട്ട് കൊച്ചിയിൽ ഉൾപ്പെടുത്തിയതും. ഇതൊരു വലിയ നേട്ടമാണ്. ആ നേട്ടം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതെക്കാലവും ഇത്തരം അവാർഡുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശംസകൾ അല്ലെങ്കിൽ ഇത്തരം ലിസ്റ്റിംഗ് നടക്കുമ്പോൾ കേരള ടൂറിസത്തിന്റെ ഒരു മാർക്കറ്റിംഗ് വിഭാഗം വളരെ സജീവമായും നിശബ്ദമായും ചെയ്യുന്ന പ്രക്രിയയുണ്ട്. വളരെ സജീവമായി ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്തരം അവാർഡുകളെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്തരം ലിസ്റ്റിങ്ങുകളെ തന്നെ ലോകമെമ്പാടും എത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് മാക്സിമം അതിന്റെ ഗുണം ഊറ്റിയെടുക്കുക എന്നുള്ളൊരു തന്ത്രം നമ്മൾ സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് രീതിയാണത്. അത് തുടങ്ങി ടൂറിസം വകുപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ആശ്വാസകരമായി വന്ന ഒരു കാര്യം Booking.comന്റെ ഈ ഒരു ലിസ്റ്റിംഗ് ആണ്. അതിൽ കൊച്ചി പെട്ടു എന്നുള്ളതാണ്. പക്ഷേ എന്റെ പോയിന്റ് അവിടെയല്ല. അങ്ങനെ കൊച്ചി ഈ ലിസ്റ്റിംഗിൽ പെടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പ്രതീക്ഷയിൽ കൊച്ചി Booking.comന്റെ ലിസ്റ്റിംഗിൽ വന്നു എന്ന പ്രതീക്ഷയിൽ കൊച്ചിയിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ, ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ നിലവാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇതുപോലെ തന്നെ ആമിന എന്ന് പറയുന്ന ഒരു റഷ്യൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ കേരളത്തെക്കുറിച്ച് വളരെ അഭിമാനകരമായ സംഗതികളാണ് കുട്ടി പറഞ്ഞത്. കേരളത്തിന്റെ ക്ലെൻലിനെസിനെ പറ്റി, ഹൈജീൻ എന്നുള്ള കേരളത്തിന്റെ ഒരു ഫാക്ടറിനെ പറ്റി, മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെ അപേക്ഷിച്ചുള്ള ആ ഒരു താരതമ്യം ഒക്കെ തന്നെ നമുക്ക് വളരെയധികം ഗുണമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്വച്ഛ് ഭാരതിന്റെ കീഴിൽ നടത്തിയ സർവേയിൽ ഡേർട്ടിയസ്റ്റ് സിറ്റികളായി കണ്ടെത്തിയ ആദ്യത്തെ 10 എണ്ണത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല. കേരളത്തിലെ ഒരു സിറ്റി പോലും ഇല്ല എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ഈ ലിസ്റ്റിംഗ് Booking.comന്റെ ഈ ലിസ്റ്റിംഗ്, ആമനിയുടെ വീഡിയോ, അതുപോലെ തന്നെ ജാൻവി പോലും കേരളത്തിന്റെ ക്ലെൻലിനെസിനെ കുറിച്ച് നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിലുള്ള ആ ഒരു ലിസ്റ്റിംഗ്, ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മേൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. അതിനനുസരിച്ച് ഫോർട്ട് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള അല്ലെങ്കിൽ മൂന്നാർ പോലുള്ള ഡെസ്റ്റിനേഷനുകളുടെ ക്ലെൻലിനെസ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനം, ഇതൊക്കെ തന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ ഉത്തരവാദിത്തം കൂടുന്നു മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനുകൾക്ക് മെയിൻ്റനൻസ് ആൻഡ് അപ്കീപ്പിനായിട്ട് ഒരു സിംഗിൾ ഏജൻസി ഇല്ല എന്നുള്ളതാണ്. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഒരുപാട് പാചകക്കാർ അല്ലെങ്കിൽ ഷെഫുമാർ ചേർന്നാൽ ഒരു കുക്കിനെ നശിപ്പിക്കുന്ന ഒരു ഡിഷിനെ നശിപ്പിക്കുന്നുള്ളത് തന്നെ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മൂന്നാറിൽ ചെന്നാൽ മൂന്നാറിന്റെ ചുമതലയുള്ള ഒരു ഏജൻസി ആര് എന്ന് ചോദിച്ചാൽ അനുത്തരമില്ല. അപ്പൊ അതുകൊണ്ട് കോവളത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒരു സിംഗിൾ ഏജൻസി ഇല്ല. എന്നാൽ ടൂറിസം വകുപ്പിന് കീഴിൽ നിരവധി ഏജൻസികളുണ്ട്. ഇപ്പൊ KTDC എന്ന് പറയുന്ന സ്ഥാപനം ഹോട്ടലുകൾ നടത്തുന്നത് മാത്രമാണെങ്കിലും അവർക്ക് വലിയ വിപുലമായ ഒരു എഞ്ചിനീയറിംഗ് സംവിധാനമുണ്ട്. അവരെ തന്നെ പല ചുമതലകൾ ഏൽപ്പിച്ച് കണ്ടിട്ടില്ല. അതുപോലെ KTIL, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം, DTPCകൾ വളരെ സ്കിൽഡ് ലേബേഴ്സ് ഇല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ കൂടിയും ചില ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കാവുന്നതാണ്. അതുപോലെ അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനും ചുമതല ഓരോ ഏജൻസി, ഒരു സിംഗിൾ ഏജൻസിയെ മാത്രം ഏൽപ്പിക്കും. ഉദാഹരണത്തിന് മൂന്നാറിന്റെ അപ്കീപ്പ് ആൻഡ് മെയിൻ്റനൻസ് KTIL എന്ന സ്ഥാപനം മാത്രം ചെയ്യട്ടെ ഒരു വർഷം. അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പൈസ അവർക്ക് ആ ഫണ്ട് ഒരു വർഷത്തേക്ക് അനുവദിക്കുക, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പൊതുജനത്തിനോ ടൂറിസ്റ്റുകൾക്കോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ ഡെസ്റ്റിനേഷനെ പറ്റി ആ ഏജൻസിയോട് പരാതിപ്പെടാൻ കഴിയും. ആ ഏജൻസിക്ക് അത് ഫലപ്രദമായി ഇടപെടാൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് പ്രായോഗിക തലത്തിലുള്ള തീരുമാനങ്ങളാണ് വേണ്ടത്, പ്രഖ്യാപനങ്ങളല്ല. ഡെസ്റ്റിനേഷൻ ചലഞ്ചും ഹോംസും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യമെന്ന് പറയുന്ന നമ്മുടെ ചില പ്രശംസകൾ, അവാർഡുകൾ, ലിസ്റ്റിംഗ്, ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ, ഈ പ്രഖ്യാപിത ഡെസ്റ്റിനേഷനുകളിൽ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ, അവ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ അപ്കീപ്പിൽ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. ക്ലെൻലിനെസ്സിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ഈ രീതിയിലുള്ള മാറ്റമാണ് നമ്മുടെ ടൂറിസം രംഗത്ത് വേണ്ടത്. അതിന് ഇനിയുള്ള ചുരുക്കം മാസങ്ങളിലെങ്കിലും സർക്കാരും ടൂറിസം മന്ത്രാലയവും ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയും ശ്രമിക്കും എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.